നമസ്കാരം. എല്ലാവർക്കും സ്പിരിച്വാലിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമി അധീനതയിൽ ആകുവാനും വാസ്തുദോഷങ്ങൾ മാറാനായും ചൊവ്വാഴ്ചകളിൽ മുരുകഭഗവാന് വെറ്റില ദീപ വഴിപാട് വീട്ടിൽ ചെയ്യാം. ഇതിനായി 6 വെറ്റിലകൾ വേണം. കേടുപാടുള്ളതോ വാടിയതോ ആയ വെറ്റിലകൾ ഉപയോഗിക്കരുത്. നല്ല വെറ്റില വേണം ഉപയോഗിക്കാൻ. ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിലാണ് ഈ വഴിപാട് ചെയ്യുന്നത്. അതിന് സാധിക്കാത്തവർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. ഇതിനായി മുരുകഭഗവാന്റെ ഒരു ഫോട്ടോ വേണം. ഫോട്ടോ ചെറുതായാലും മതി. ഈ ഫോട്ടോയ്ക്ക് മുൻപിലാണ് നാം വെറ്റില ദീപം കൊളുത്തി വെക്കേണ്ടത്. 6 വെറ്റിലകളിലും മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ടുതൊടണം. മൺചിരാതിലാണ് ദീപം കൊളുത്തേണ്ടത്. നെയ്യോ എണ്ണയോ ഉപയോഗിക്കാം. വെറ്റിലയുടെ കാമ്പ് ഈ എണ്ണയിലേക്കിടുക. ദീപം കൊളുത്തിയ ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക. ചിലർക്ക് ഭൂമി വിൽക്കുവാനാകാം. ചിലർക്ക് ഭൂമി വാങ്ങി അതിലൊരു വീട് വെക്കണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നവരാകാം. ഏത് ന്യായമായ ആഗ്രഹവും മുരുകഭഗവാൻ സാധിച്ചു തരുന്നതാണ്. ഈ വഴിപാട് ചെയ്യുന്ന വേളയിൽ സ്കന്ദഷഷ്ഠി കവചം പാരായണം ചെയ്യുകയോ സ്കന്ദഷഷ്ഠി കവചം കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഓം ശരവണഭവായ നമ, ഓം വജദ്ഭുവേ നമ എന്നീ മന്ത്രങ്ങൾ 108 തവണ ജപിക്കും. രണ്ടും ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 9 ചൊവ്വാഴ്ചകളിലോ 21 ചൊവ്വാഴ്ചകളിലോ ഈ വഴിപാട് ചെയ്യാം. സാധിക്കുന്നവർക്ക് 48 ചൊവ്വാഴ്ചകളിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. അതായത് ഒരു മണ്ഡലകാലം. ഇത് വളരെ നല്ലതാണ്. ഇതിനിടയിൽ ഒരു ആഴ്ച മുടങ്ങിയാലോ കുഴപ്പമൊന്നുമില്ല. പിന്നീടുള്ള ആഴ്ചകളിൽ മുടക്കം വരാതെ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വെറ്റില ദീപ വഴിപാട് ചൊവ്വാഴ്ചകളിൽ മുടങ്ങാതെ ചെയ്യുക. ഇത് തമിഴ്നാട്ടിലുള്ളവർ ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഒരുപാട് പേർക്ക് ഫലസിദ്ധി ഉണ്ടായ വഴിപാടാണ് വെറ്റില ദീപ വഴിപാട്. ന്യായമായ ഏതൊരു ആഗ്രഹത്തിനായും നമുക്ക് ഈ വഴിപാട് ചെയ്യാം. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം തന്നെ മുരുകഭഗവാൻ അതിവേഗം സാധിച്ചു തരുന്നതാണ്.